ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് പറയുന്നത്. അങ്ങനെ നീള ബെഡ്റൂമിൽ, അതായത് ഹോസ്പിറ്റൽ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ശാരദ. അങ്ങനെ നീളേനെ കണ്ടപ്പോൾ നമ്മുടെ കാവേരി ചോദിക്കും, അമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൾക്ക്? ഇല്ല, അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ല, അവൾ ഓക്കെയാണ് എന്ന് പറയും. അപ്പോൾ ഗംഗ വന്നിട്ട് പറയും, കാവേരി നീ അവിടെ നിൽക്കുക, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇത്രയും ദിവസമായിട്ട് പൈസ അടയ്ക്കാത്തത് എന്ന്. അപ്പോൾ കാവേരി പറയും, പൈസ അടയ്ക്കാത്തത് ചേച്ചി അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവാത്തതാണ്. ഇവിടുത്തെ അക്കൗണ്ടിലെ ബ്രാഞ്ച് മാനേജർ, നമ്മുടെ പുഷ്പവാടിയിലത്തെ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് പറഞ്ഞിട്ട് വേണം നമുക്ക് പൈസയുടെ കാര്യങ്ങൾ ശരിയാക്കാനെന്ന്. അപ്പോൾ ഗംഗ പറയും, അതെങ്ങനെ ശരിയാവും, നമുക്ക് മെസ്സേജ് വന്നതല്ലേ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, പിന്നെ എന്താണ് അങ്ങനെ ഇവിടെ നിന്നും അവിടെ നിന്നും ഒക്കെ ആൾക്കാർ വിളിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ കാവേരി പറയും, ഇത്രയും വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ബ്രാഞ്ച് മാനേജേഴ്സ് തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമെന്ന്. അപ്പം ഗംഗ ചോദിക്കും, പക്ഷെ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ലല്ലോ കാവേരിന്ന്. ഇല്ല ചേച്ചി, വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ നിൻ്റെ മുഖം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി പറയും, എൻ്റെ മുഖം എന്താ, അവളെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞതിൻ്റെ വിഷമത്തിലാണ് ഞാൻ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഗംഗ സമ്മതിക്കുന്നില്ല. ഗംഗ പറയും, നീയും ശരിയല്ല, വിനീതേട്ടനും ശരിയല്ല, രണ്ടുപേരും എന്തോ ഒളിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് ഗംഗ. അപ്പോൾ കാവേരി പറയും, ഞാൻ പ്രത്യേകിച്ചൊന്നും ഒളിപ്പിക്കുന്നില്ല, ചേച്ചി മാറ് എന്ന് പറഞ്ഞിട്ട് കാവേരി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നേഴ്സ് കാവേരിയുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ടാവും. എന്നിട്ട് പറയും, നീളയുടെ ബൈസ്റ്റാൻഡേഴ്സിനെ ആരെങ്കിലും ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ കാവേരി ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ കാവേരി ഡോക്ടറെ കണ്ടതുപോലെ ഡോക്ടർ ഇങ്ങനെ ഒത്തിരി ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് കാവേരിയോട് ചോദിക്കും, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേ, എന്താണ് നിങ്ങൾ ഇത്രയും വൈകുന്നത് എന്ന്. അപ്പോൾ കാവേരി പറയും, സാർ ഞങ്ങൾ പൈസ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ വന്ന് അഡ്മിറ്റ് ആയത്? നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ലെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ അപ്പോഴാണ് കാവേരിയുടെ അടുത്ത് ഡോക്ടർ പറയുന്നത്, ഡോക്ടറിന് ഞങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, പക്ഷേ എന്തെന്ന് വെച്ചാൽ ഒരു ഫ്രോഡ്, അതായത് അക്കൗണ്ടിൽ നിന്നൊക്കെ കാശ് തട്ടിയെടുക്കുന്ന ആൾക്കാർ വിളിച്ച് OTP ചോദിച്ചപ്പോൾ OTP പറഞ്ഞു പോയി. അങ്ങനെ OTP പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയും, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ റൂമിൽ വെറുതെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളും ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. ഇത് സുഖവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ, പിന്നെ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ആ കുട്ടിയുടെ അവസ്ഥ നോക്കിയപ്പം അവസ്ഥ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്, അതിൻ്റെ വൈറ്റൽസൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് സർജറി ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സർജറിക്ക് മുൻപ് കുറച്ച് ടെസ്റ്റുകളും ചെയ്യാനുണ്ട്, ഈ ടെസ്റ്റുകളൊക്കെ വൈകാതെ ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ കാവേരി പറയും, ഇല്ല ടെസ്റ്റുകളൊക്കെ ചെയ്തോളൂ, അതിനുള്ള പൈസ ഞാൻ അടച്ചോളാമെന്ന്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ആദ്യം നിങ്ങൾ ഓപ്പറേഷനുള്ള പൈസ മുൻകൂട്ടി അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പൈസ അടയ്ക്കുക എന്ന് അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല, അതിൻ്റെ മുൻകൂട്ടി ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡോക്ടർ ഇത്തിരി ദേഷ്യത്തിലാണ്. ഡോക്ടർ പറയും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ തോന്നുന്നത് എന്ന്. അപ്പോൾ കാവേരി കരഞ്ഞുകൊണ്ട് പറയും, സാർ ഇല്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങൾ അതിന് തയ്യാറായിട്ട് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളാണ് അതിന് പൈസ അടയ്ക്കേണ്ടത്, നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാവേരിയുടെ ആ റൂമിൽ നിന്ന് പൊക്കോളം പറയണം. അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാവേരി പുറത്തേക്ക് ഇറങ്ങി വരണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ വിനീതിൻ്റെ പെങ്ങൾ ഗീത വരുന്നു. അപ്പോൾ വിനീതിൻ്റെ പെങ്ങളെ കണ്ടപ്പോൾ എന്തിനാ അപ്പോൾ ഇത് വന്നുള്ളതെന്നുള്ള അർത്ഥത്തിൽ കാവേരി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഗീത അടുത്തേക്ക് വന്നിട്ട് പറയും, മോളെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നീളയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു, പിന്നെ വിനീത് എന്നെ കാണാൻ വന്നിരുന്നു, വിനീത് എന്നെ കാണാൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന്. അപ്പോൾ കാവേരി ചോദിക്കും, എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ഗീത വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഗീത പറയും, ഇല്ല, പൈസ പോയതൊക്കെ ഞാൻ അറിഞ്ഞു, പിന്നെ നീ തീരുമാനിച്ചതാണ് ഏറ്റവും നല്ലത്, കാരണം പൈസ വിനീതിൻ്റെ കയ്യിൽ നിന്നാണ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയ്ക്ക് അതൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഗംഗ ചിലപ്പോൾ ഈ ബന്ധം തന്നെ വേണ്ട എന്ന് വെച്ചേക്കും, അത് അവരുടെ ജീവിതത്തിന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ശരിയല്ല, അതുകൊണ്ട് നീ എടുത്ത തീരുമാനം തന്നെയാണ് മോളെ നല്ലത്. ഞാനും എൻ്റെ അമ്മയൊക്കെ ഗംഗയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് എങ്ങനെയെങ്കിലും അവരുടെ ബന്ധം തകർത്ത്
തകർക്കണമെന്ന് വിചാരിച്ചിരുന്നവരാണ്. പക്ഷേ ഗംഗ എത്ര നല്ല കുട്ടിയാണെന്ന് ഇപ്പം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തതിനും ഒക്കെ ഞങ്ങൾ ദൈവത്തിനോട് മാപ്പ് പറയുകയാണ്. അവരുടെ ജീവിതം നന്നായി കാണണമെന്നേ മാത്രമേ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ. പിന്നെ ദാസേട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടേ ആയപ്പോൾ കഴുത്തിലുള്ള മാല ഊരി തന്നിട്ടുള്ള ആളാണ് ഗംഗ. വേറെ അതും വിനീതിനോട് ചോദിക്കും കൂടി ചെയ്യാതെയാണ് ഗംഗ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഗംഗയുടെ നല്ല മനസ്സ് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഗംഗയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എടുക്കാൻ ഇപ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ചെയ്ത തെറ്റിനോട് തന്നെ ദൈവത്തിനോട് മാപ്പ് പറയുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ, അവരുടെ ജീവിതം നന്നാക്കി തരണേ എന്ന്. പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. വിനീത് ഞങ്ങളോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ കാര്യം ഇത്തിരി പരിങ്ങലാണ്. കാരണം അമ്മയ്ക്ക് വയ്യാണ്ടായോടുകൂടി ഏട്ടനന്യന്മാരെ സ്വത്തിൻ്റെ പേരിൽ തല്ലൂടി. പിന്നെ ഞങ്ങളുടെ ഓഹരിയിൽ കിട്ടിയതൊരു കടയാണ്. ആ കട കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ദാസേട്ടനാണ് അമ്മയെ ആശുപത്രിയിൽ നോക്കുന്നതൊക്കെ. ദാസേട്ടൻ്റെ മേലിലേക്കാണ് അനിയന്മാരൊക്കെ ഇട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു തുകയാകുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഞാൻ നിനക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ എടുത്തിട്ട് കാവേരിയുടെ കയ്യിൽ നമ്മുടെ ഗീത കൊടുക്കും. അപ്പോൾ ഗീത പറയും, എന്നെക്കൊണ്ട് മോളെ ഇത്രേ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ ഞാൻ എന്ന് പറയണം. അപ്പോൾ കാവേരി പറയും, അത് സാറിൽ ചേച്ചിനെ കൊണ്ട് പറ്റണം, ചേച്ചി കൊടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാവേരി ആ പൈസ വാങ്ങിക്കുകയാണ്. പിന്നെ ഗീത അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കണം നമ്മുടെ നരേൻ്റെ വീടാണ്. നരേൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി നല്ല ദേഷ്യത്തിലാണ്. മുത്തശ്ശി നരേനോട് വഴക്ക് പറയണം, നീ എനിക്കൊരു കാലത്ത് സമാധാനം തരില്ല, ആ പെൺകുട്ടി ഇവിടെ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, നീ എന്താണ് അവളോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ ഗായത്രി ചോദിക്കുന്നുണ്ട് നരേനെ, നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ കുട്ടീനെ കൊണ്ടും വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വല്ലതും പറയിപ്പിക്കാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ നരേനെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗായത്രിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, അല്ല നരേനെ, നീ ആ പെൺകുട്ടീനെ വല്ലതും ചെയ്തോ, അല്ലാതെ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു പോയില്ലല്ലോ എന്നൊക്കെ. അപ്പം നരേൻ പറയും, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ആ കുട്ടി കരഞ്ഞു പോയതാണ്, അതെൻ്റെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശി പറയാം, നിന്നെക്കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, മരിച്ചു പോയാലും നീ എനിക്ക് സ്വൈരം തരില്ല എന്നൊക്കെ പറഞ്ഞ് നരേനെ ശപിച്ചിട്ട് മുത്തശ്ശി റൂമിലോട്ട് പോകണം. അപ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു നെഞ്ചുവേദന പോലെ തോന്നും. അപ്പം നരേൻ പിടിക്കാൻ വരുമ്പം മുത്തശ്ശി പറയാം, നീ മാറി നിൽക്കുക, നീ എനിക്ക് ഇവിടെ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി റൂമിലോട്ട് കയറി പോകണം. അത് കഴിഞ്ഞതിന് ശേഷം നരേൻ ഗായത്രിയോട് പോയി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഗായത്രി പറയും, ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്ട്രെസ്സിൻ്റെ ആയിരിക്കുമെന്നാണ്, സ്ട്രെസ്സുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നരേൻ എന്ത് പറഞ്ഞിട്ട് മുത്തശ്ശി അടങ്ങുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ അവനോട് ഭയങ്കര ദേഷ്യം. അപ്പം നരേൻ പറഞ്ഞില്ലേ ഞാൻ മുത്തശ്ശിക്ക് ഉറപ്പ് എന്നുള്ളതിൽ ഞാൻ കല്യാണം കഴിക്കാമെന്ന്, ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയണം. അപ്പോൾ ദേവരാജൻ പറയും, അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇനിയും ഇവിടെ ഈ പെണ്ണ് കാണൽ നാടകം ഇനിയും കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവരാജൻ അവനെ കളിയാക്കണം. പിന്നെ ദേവരാജൻ മെല്ലെ അവനെ ഉപദേശിക്കണം, മോനെ നിനക്ക് വേണമെച്ചെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നാട് വിട്ടോ, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ മുത്തശ്ശീനെയും ഒക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി ബിസിനസ്സിന് വല്ല ആവശ്യം വേണമെച്ചെങ്കിൽ ഞാൻ എൻ്റെ മോനെ വിളിച്ച് വരുത്തിക്കോളാം എന്നൊക്കെ പറയണം. പിന്നെ ഗായത്രിയാണെന്ന് വെച്ചെങ്കിൽ നരേനെ വന്ന് വഴക്ക് പറയുകയാണ്, നിൻ്റെ അമ്മയില്ലാത്ത കുറവ് എല്ലാം മാറ്റിയിട്ട് വളർത്തിയ ആളാണ് നിൻ്റെ മുത്തശ്ശി, ആ മുത്തശ്ശിക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നരേനെ നിനക്ക് നഷ്ടപ്പെടുന്നത് നിൻ്റെ മുത്തശ്ശി മാത്രമായിരിക്കും, പക്ഷേ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ പെറ്റമ്മയാണ്, അതുകൊണ്ട് നീ വിവാഹത്തിന് എങ്ങനെയെങ്കിലും സമ്മതിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നരേൻ പറയാണ്, ഇളയമ്മേ, എനിക്ക് എൻ്റെ മനസ്സിലുള്ള പഴയ കാര്യങ്ങളൊക്കെ പോയി, പക്ഷേ പഴയ കാര്യങ്ങളിൽ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്, ആ പാഠങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കൽ എനിക്ക് സെറ്റാവുമെന്ന് തോന്നുന്നില്ല, കാരണം എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന്. അപ്പോൾ ഗായത്രി കുറേ വഴക്ക് പറയും, ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്നത് പോലെ പുലിയുടെയും കടുവയുടെയും കൂടെ ജീവിക്കുന്നത് പോലെയാണല്ലോ നീ പറയുന്നത്, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നിൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നീ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് വഴക്കിട്ട് പോവുകയാണ്. അങ്ങനെ ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ ഔട്ട് ഹൗസിൽ നിന്ന് വിനീത് ഇങ്ങനെ തയ്യൽ മെഷീൻ ചവിട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നറിയാം. കൂട്ടത്തിൽ നരേന് നല്ല പാട്ടും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നരേനാകെ ദേഷ്യം വരികയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീതിൻ്റെ തയ്യൽ മെഷീനും ആ ടേപ്പ് റെക്കോർഡറൊക്കെ നരേൻ ചെന്ന് തല്ലി പൊളിക്കുകയാണ്. കാരണം നരേനെ ദേഷ്യം ഉള്ളപ്പോൾ പാട്ട് കേൾക്കുന്നതും സൗണ്ട് കേൾക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നരേൻ അതൊക്കെ പോയി അങ്ങനെ ഒരു അക്രമം ചെയ്യണം. അതാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്കും ചെയ്യുക.